ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. 2 ഉരുളക്കിഴങ്ങാണിത്. പിന്നെ വേണ്ടത് ഒരു സവോള ചെറുതായി മുറിച്ചത്, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. തേങ്ങ വറുത്തരച്ചാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 240 ml കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഇനി എങ്ങനെയാണ് ഈ വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നല്ല ബ്രൗൺ നിറായി വരത്തില്ലേ, ആ സമയത്ത് മാത്രമേ ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം അല്പം കുറച്ച് കൊടുക്കുക. നല്ല ബ്രൗൺ നിറായിട്ട് വരണം, കരിഞ്ഞു പോകരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഓഫാക്കി വയ്ക്കണം. അല്ലെങ്കിൽ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉണ്ടാകും. ഓരോ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം എടുത്തിരുന്നത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യാം, അതല്ല ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഫ്രൈ പാൻ നല്ല ചൂടുള്ളതല്ലേ, ഓഫാക്കിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ച ചുവന്ന് മാറി കിട്ടിയാൽ മതി. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തണുത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി കൂടെ ഇടാം. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സവോളയാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകാണ് എടുത്തിരുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് വാടിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് തക്കാളി ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം കേട്ടോ ആദ്യം, അപ്പോൾ പെട്ടെന്ന് സവോള വാടി കിട്ടുമല്ലോ. ഈ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഇതൊന്നും വഴറ്റിയെടുക്കാതെ അരപ്പമായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ കുഴച്ച് വയ്ക്കത്തില്ലേ, അങ്ങനെ കുഴച്ച് തയ്യാറാക്കിയെടുത്താലും ഈ കറി നല്ലതാണ്. ആ രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സവോളയൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് മാറും, ഇങ്ങനെ കുറുക്ക് പോലെ ആയി പോകും. അതുകൊണ്ട് വെന്തുടയാതെ വേണം ഇതെടുക്കാൻ. നമ്മളിങ്ങനെ കടിക്കാൻ കിട്ടുന്നൊരു പരുവമില്ലേ, ആ പരുവത്തിലായിരിക്കണം ഉരുളക്കിഴങ്ങ് വേകേണ്ടത്. ഇനി തക്കാളി ചേർക്കാം. ഇത് ഇത്രയും വാടിയാൽ മതി. ഇനി ചെയ്യേണ്ടത്, നമ്മളിവിടെ വറുത്തെടുത്ത തേങ്ങ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ചില കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടന്നിട്ട് ഇത് വെന്ത് കിട്ടണ്ടേ, അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി തിക്കായിട്ട് എടുക്കരുത്, ഇത്തിരി ലൂസായിരിക്കണം. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ നല്ലത് പറ്റി വരുമ്പോഴത്തേന് തിക്കായി പോകരുത്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഗ്രേവി അല്പം കൂടെ തിക്കാവും. ആ തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഈ സമയം അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയൊന്ന് വെച്ചേക്കുക. പോരാത്തൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. തിളച്ച് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരിവാകുമ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കിയും കൊടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ.
വീണ്ടും അടച്ചു വയ്ക്കുക. കറി റെഡിയായി നോക്കാം. ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ നോക്കണേ. ഉപ്പൊക്കെ പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം കൂടെ കടുക് വറുത്തതിനകത്തേക്ക് ഇടാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒരു ലേശം കടുക് വറുത്തിടാം. കടുക് വറുത്തിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എങ്കിലും നമുക്കൊരു അല്പം ഇട്ടേക്കാം. 2-3 വറ്റൽ മുളകും ഇത്തിരി കറിവേപ്പില, ഒരു 2 കഷ്ണം ഉള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കഷ്ണം ഒന്ന് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഞാൻ ഇതുപോലെ വറുത്തെടുത്ത് കേട്ടോ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നമ്മൾ കടുകൊക്കെ വറുത്തിട്ടാണല്ലോ ആദ്യം ഇത് വാട്ടിയെടുത്തത്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള അടിപൊളി ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി ഇവിടെ റെഡിയായി. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. തേങ്ങയൊന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് അടിപൊളിയാകട്ടോ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാനാകട്ടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ്. ഇപ്പം ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ ഈ രീതിയിലത് ഉരുളക്കിഴങ്ങ് തയ്യാറാക്കി എടുത്താൽ മതി. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്